Dear students, warm welcome to our class. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അതിന്റെ ബാക്കി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ബാബു deposited 25,000 rupees in a bank which gives 50% interest. How much would he get back after 2 years? അതായത് ബാബു 25,000 റുപ്പീ എന്ത് ചെയ്തു, ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, വിച്ച് ഗീവ്സ് 50% ഇൻട്രസ്റ്റ്. അത് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് വരുന്നത്? 50% ആണ്. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years? 2 വർഷം കഴിയുമ്പോൾ അപ്പോൾ ബാബുവിന് എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പി എന്ന് പറയുന്നത് എന്താണ്? 25,000. പിന്നെയോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 50% ആണ് അല്ലേ? എൻ എന്ന് പറയുന്നതാണ് എത്രയാണ്? 2 വർഷത്തിനാണ് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ? നമുക്കറിയാം ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ I equal to PNR divided by 100. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 25,000 into 2 into 15 by 100 equal to 250 into 2 എന്ന് പറയുമ്പോൾ 2 into 50 30 വരും. പിന്നെ വരാൻ 250 into 30 എന്ന് പറയുമ്പോൾ 7,500 റുപ്പീ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും അല്ലേ? 2 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് മാത്രം എത്ര കിട്ടും? 7,500 റുപ്പീ കിട്ടും. ഇനി ടോട്ടൽ എത്ര കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പലിനോട് കൂടി ഇൻട്രസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യില്ലേ? പ്രിൻസിപ്പൽ എത്രയാണ്? 25,000 പ്ലസ് അതിനോട് എന്തും കൂടെ ആഡ് ചെയ്യാം? 7,000. അപ്പൊ എത്ര രൂപ കിട്ടും? 32,500 റുപ്പീ. അപ്പൊ ബാബുവിന് 2 വർഷം കഴിഞ്ഞിട്ട് ആ ക്യാഷ് ബാങ്കിൽ എടുക്കുമ്പോൾ എത്ര കിട്ടും? 32,500 റുപ്പീ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dilip took out a loan of 36,000 rupees from a bank which charges 10% interest. He decided to pay back the total amount including interest for 2 years in 24 monthly installment. How much should he pay every month? അതായത് ദിലീപ് 36,000 റുപ്പീ എന്ത് ചെയ്തു? ബാങ്കിൽ നിന്ന് എടുത്തു. എന്നിട്ടോ അതിന് എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്? 10% അല്ലേ? ഇനിയോ 2 വർഷത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ 2 വർഷം കൊണ്ട് ഓരോ മാസം ആ 2 വർഷം കഴിയുമ്പോൾ ആകെ അടക്കേണ്ട എമൗണ്ട് എത്രയാണെങ്കിൽ അതിനെ എന്ത് ചെയ്തു? ഓരോ മാസം കുറച്ച് കുറച്ച് അടച്ചു. അതായത് ഈക്വൽ ആയിട്ട് ഫുള്ള് 2 വർഷം കൊണ്ട് എന്ത് ചെയ്തു? അടച്ചു തീർത്തു. അങ്ങനെയെങ്കിൽ ഓരോ മാസം എത്ര അടക്കേണ്ടി വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ദിലീപ് എത്രയാണ് ബാങ്കിൽ എടുത്ത്? 36,000 അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ്. എത്ര വർഷത്തിനാണ്? 2 വർഷത്തിന് അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ I equal to PNR divided by 100. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 36,000 into 2 into 10 by 100. 2 zeros കട്ട് ചെയ്തു. 7,200 റുപ്പീ എന്ന് കിട്ടും. 2 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടക്കേണ്ടി വരും അങ്ങോട്ട്. അപ്പോൾ ടോട്ടൽ അടക്കേണ്ട എത്ര വരും? ടോട്ടൽ അടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് A equal to P plus I ആണ് വരിക. 36,000 plus 43,200 റുപ്പീ ആയിരിക്കും ആകെ അടക്കേണ്ടത് അല്ലേ? ഇനി എന്താ ചെയ്യുന്നത്? ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 വർഷം കൊണ്ട് അടച്ചു തീർക്കുകയാണ്. ഓരോ മാസം കുറച്ച് കുറച്ച് വെച്ചിട്ടില്ലേ? അപ്പൊ ടോട്ടൽ എങ്ങനെ നമ്മൾ കാണുക? ഒരു മന്തിന് എത്ര അടക്കേണ്ടി വരും? ആകെ 2 വർഷത്തിൽ 24 മന്ത് അല്ലേ? അപ്പോൾ ഇതേ ഡിവൈഡ് ബൈ എന്ത് ചെയ്യാം? നമ്മൾ 24 ചെയ്യണം. അപ്പൊ നോക്കുക, 43,200 divided by 24 192 വരും.
എത്ര അടക്കേണ്ടി വരും? ഒരു മാസത്തിൽ എത്ര എടുക്കുക? 1800 അല്ലേ? ഒരു മാസത്തിൽ 1800 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യണം? അയാൾ അടയ്ക്കേണ്ടി വരും. എങ്കിൽ എന്താവുള്ളൂ? ആ 2 വർഷം കൊണ്ട് ഈ 43,200 റുപ്പി പേ ചെയ്ത് കഴിയുള്ളൂ ബാങ്കിൽ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന്, Johnny deposited 60,000 rupees in a bank which gives 1 paise interest on 1 rupee every month. How much would he get back after 2 years? അതായത് ജോൺ എന്ത് ചെയ്തു? 60,000 റുപ്പി എന്ത് ചെയ്തു? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അവിടെ എങ്ങനെ ഇൻട്രസ്റ്റ് വരുന്നത്? വിച്ച് ഗീവ്സ് 1 പൈസ ഇൻട്രസ്റ്റ് ഓൺ 1 റുപ്പി എവരി മന്ത്. അതായത് 1 രൂപക്ക് ഒരു മാസത്തില് 1 പൈസയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, 1 രൂപയ്ക്ക് ഒരു മാസത്തില് 1 പൈസ. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 ഇയേഴ്സ്? അങ്ങനെയെങ്കിൽ 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര രൂപ കിട്ടും എന്നതാണ് ക്വസ്റ്റ്യന്. ഓക്കെ, ജോണി എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? 60,000 റുപ്പിയാണ് ഡെപ്പോസിറ്റ് ചെയ്തത് അല്ലേ? ഇനി അവിടുത്തെ ഇൻട്രസ്റ്റ് എങ്ങനെ പറയുന്നത്? 1 റുപ്പിക്ക് 1 രൂപയ്ക്ക് 1 മന്തില് ഒരു മാസത്തില് എത്രയാണ് തരുന്നത്? 1 പൈസ അല്ലേ? അതായത് അവിടുത്തെ ഇൻട്രസ്റ്റ് ഇങ്ങനെ പറയുന്നത് 1 രൂപക്ക് ഒരു മാസത്തില് എത്ര പൈസ കിട്ടും? 1 പൈസ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 രൂപക്ക് ഒരു മാസത്തില് അപ്പൊ 100 രൂപയ്ക്ക് ഒരു മന്തിൽ എത്ര കിട്ടും? 1 രൂപക്ക് 1 പൈസയാണെങ്കിൽ 100 രൂപക്ക് എത്ര കിട്ടും? 100 പൈസ അല്ലെ? 100 പൈസ 1 രൂപ നമുക്കറിയാം. അപ്പൊ അതായത് 100 റുപ്പിക്ക് ഒരു 1 മന്തില് എത്ര കിട്ടും? 1 റുപ്പി അല്ലേ? ഓക്കെ, ക്ലിയർ? എന്താ പറഞ്ഞാൽ 100 റുപ്പിക്ക് ഒരു മന്തില് 1 രൂപ കിട്ടും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 രൂപയ്ക്ക് ഒരു വർഷത്തിൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ 100 റുപ്പിക്ക് ഒരു മന്തിൽ 1 രൂപയാണെങ്കിൽ 100 റുപ്പിക്ക് 12 മന്ത് അല്ലേ? 12 മന്തിൽ എത്രയായിരിക്കും? 12 റുപ്പി. ഓക്കെ, അപ്പൊ 100 റുപ്പിക്ക് 12 മന്തില് 12 റുപ്പി കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ എന്ത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. R is equal to 12%. ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്? 2 വർഷം. സോ n is equal to 2. അപ്പൊ നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് I equal to PNR divided by 100 equal to P എത്രയാ? 60,000. 60,000 into n എത്രയാ? 2 വർഷം. R എത്രയാ? 12 by 100. Okay, but 2 into 12 24, 24 to 6 equal to 14,400 റുപ്പി കിട്ടും, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അയാൾക്ക് 2 വർഷം കഴിയുമ്പോൾ അയാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത കാശും അതിന്റെ കൂടെയാണ് ഇതും കൂടെ കിട്ടുക അല്ലെ? അപ്പൊ ടോട്ടൽ എത്രയായിട്ട് കിട്ടും? ടോട്ടൽ എമൗണ്ട് A is equal to P plus I പ്രിൻസിപ്പൽ. അതായത് അയാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനോട് കൂടി എന്തും കൂടെ ആഡ് ചെയ്യണം? ഇൻട്രസ്റ്റ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 60,000. 60,000 അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത് അതിനോട് കൂടി എത്ര ആഡ് ചെയ്യണം? 40,400. So that is equal to 74,400 റുപ്പി എന്ത് ചെയ്യും? അയാൾക്ക് 2 വർഷം കഴിയുമ്പോൾ ആ ബാങ്കിൽ നിന്ന് കിട്ടും. ഇൻട്രസ്റ്റും അയാളുടെ എമൗണ്ടും കൂടെ ചേർന്നിട്ട് 74,400 റുപ്പി കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സുജിത് ആൻഡ് അനീഷ് took out an agricultural loan 50,000 rupees each from a bank at 4% interest. Sujit settled the debt after 1 year
and took out another loan of 50,000 rupees, which he settled the next year. Anish could not settle after 1 year and he was asked to pay 7% interest for the second year. How much did each give as an interest? കുറച്ച് ലെങ്തി ആണ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. സുജിത് ആൻഡ് അനീഷ് took out a agricultural loan. സുജിത്തും അനീഷും എന്ത് ചെയ്തു? ഒരു കാർഷിക ലോൺ എടുത്തു. 50,000 rupees each from a bank at 4% interest. രണ്ടുപേരും 50,000 രൂപയാണ് എടുത്തത് 4% ഇൻട്രസ്റ്റില്. ഇനി സുജിത്ത് എന്ത് ചെയ്തു? സുജിത്ത് സെറ്റിൽഡ് ദ ഡെപ്റ്റ് ആഫ്റ്റർ 1 year. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇത് തിരിച്ചടച്ചു. എന്നിട്ടോ ആൻഡ് ടുക്ക് ഔട്ട് അനദർ ലോൺ ഓഫ് 50,000 rupees. അപ്പോൾ ഈ ആദ്യം ഒരു വർഷത്തിന് 50,000 എടുത്തിട്ട് അതിന്റെ ഇൻട്രസ്റ്റും കൂടെ എത്രയാണെങ്കിൽ അത് തിരിച്ചടച്ചു. വീണ്ടും എന്ത് ചെയ്തു? 50,000 രൂപ എടുത്തു. വിച്ച് ഹി സെറ്റ് ദ നെക്സ്റ്റ് ഇയർ. എന്നിട്ട് എന്ത് ചെയ്തു? അത് അടുത്ത വർഷം അതും അടച്ചു തീർത്തു. അനീഷ് എന്ത് ചെയ്ത്? അനീഷ് കുഡ് നോട്ട് സെറ്റിൽ ആഫ്റ്റർ 1 year. അനീഷ് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഒരു വർഷം കഴിഞ്ഞിട്ട് അത് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്ത് പറഞ്ഞു ബാങ്ക്? ആൻഡ് ഹി വാസ് ആസ്ക്ഡ് ടു പേ 7% ഇൻട്രസ്റ്റ് ഫോർ സെക്കൻഡ് ഇയർ. അപ്പൊ ഒരു വർഷം കൊണ്ട് അടക്കാൻ കഴിയില്ല. അപ്പൊ അടുത്ത വർഷത്തേക്ക് ബാങ്ക് എന്ത് ചെയ്തു? ആ 4% എന്നുള്ളത് 7% ഇൻട്രസ്റ്റ് ആക്കി മാറ്റി. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗിവ് ആസ് ഇൻട്രസ്റ്റ്? അങ്ങനെയെങ്കിൽ രണ്ടുപേരും ഇൻട്രസ്റ്റ് മാത്രമായിട്ട് ആ ബാങ്കിലേക്ക് എത്ര കൊടുക്കേണ്ടി വരും? ഓക്കെ, അപ്പൊ നോക്കാം. സുജിത്തും അനീഷും ആണ് 50,000 രൂപയാണ് എടുത്തത് അല്ലെ. സുജിത്തും അതുപോലെ അനീഷും രണ്ടുപേരും എത്ര എമൗണ്ട് ആണ് എടുക്കുന്നത്? 50,000 ആണ്. സോ P ഈക്വൽ ടു പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു രണ്ടുപേരും 50,000 അല്ലെ. ഇനിയോ R എന്ന് പറയുന്നതോ രണ്ടുപേരും 4% ഇൻട്രസ്റ്റ് ആണ് രണ്ടുപേരും എടുത്തത്. അപ്പൊ രണ്ടും 4%. ഇനിയോ ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സുജിത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോ അത് തിരിച്ചടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കുക, I എന്ന് പറയുന്നത് എങ്ങനെ വരും? PNR ഡിവൈഡ് ബൈ 100. ഇവിടെയോ 50,000 into 1 into 4 by 100. രണ്ട് സീറോസും ക്യാൻസൽ ചെയ്താ 2,000 രൂപ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ ഒരു വർഷം കഴിഞ്ഞപ്പോ ഈ 50,000 പ്ലസ് ഈ 2,000 ഇൻട്രസ്റ്റും കൂടെ എന്ത് ചെയ്തു? അയാള് ബാങ്കിലേക്ക് തിരിച്ചടച്ചു. ഇനി രണ്ടാമത് വീണ്ടും അയാൾ 50,000 എടുത്തു. എന്നിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അത് തിരിച്ചടച്ചു പറയുമ്പോൾ ഇതുപോലെ തന്നെ വരിക അല്ലെ. ആദ്യത്തെ വർഷം അയാൾ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും 50,000 എടുത്തു. ഒരു 4% ഇൻട്രസ്റ്റ് തന്നെ ഒരു വർഷത്തിന് വേണ്ടി തന്നെ. അപ്പൊ എത്ര തന്നെ അയാളുടെ ഇൻട്രസ്റ്റ് വരിക? 2,000 തന്നെയാണ് അല്ലെ. അപ്പോ ആദ്യത്തെ ഒരു വർഷം അയാൾ ഇൻട്രസ്റ്റ് I1 കൊടുത്താല് 2,000 രൂപ പേ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ വർഷം അയാൾ എത്ര തന്നെ വരും? 2,000 വരിക അല്ലെ. അപ്പൊ ടോട്ടൽ അയാൾക്ക് എത്ര വരും? ടോട്ടൽ ഇൻട്രസ്റ്റ് അയാൾ എത്ര എടുക്കുന്ന വരും? 2,000 പ്ലസ് 2,000 4,000 രൂപ. ഓക്കെ, അപ്പൊ എത്ര വരിക? 4,000 രൂപ എന്ത് ചെയ്യേണ്ടി വരും? അയാള് ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് പേ ചെയ്യേണ്ടി വരും. ഇനി അനീഷിനെ നോക്കുക. അനീഷും 50,000 എടുത്തു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4% ആണ്. എന്ന് പറയുന്നത് 1 ഇയറിന്. ആദ്യത്തെ ഒരു വർഷത്തിന് നോക്കുക. ഒരു വർഷത്തിന് ശരിക്കും അയാൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് എത്രയാണ്? ഈ 2,000 തന്നെയാണ് അല്ലെ. കാരണം ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യാം. അപ്പൊ I1 എന്ന് പറയുന്നത് എത്ര വരും? 2,000 വരും. 2,000. ഓക്കെ, ഇനിയോ ഇത് അയാൾ തിരിച്ചടച്ച ഒരു വർഷം കഴിഞ്ഞപ്പോ അപ്പൊ എന്ത് ചെയ്തു? രണ്ടാമത്തെ വർഷം അതിന്റെ ഇൻട്രസ്റ്റ് എത്രയാക്കി? 7% ആക്കി കൂട്ടി അല്ലെ. അപ്പൊ രണ്ടാമത്തെ വർഷം വരും P എന്ന് പറയുന്നത് 5,000 തന്നെ. 6 മാറും അല്ലെ. 7% ആയി. എന്ന് പറയുന്നത് 1 ഇയറിന് തന്നെയാണ്. അപ്പൊ എങ്ങനെ കാണാം നമുക്ക്? I ഈക്വൽ ടു PNR by 100 equal to 50,000 into 1 into 7 by 100.
ഈക്വൽ ടു 3500 എന്ത് ചെയ്യേണ്ടി വരും അയാള് രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് മാത്രം എത്ര കൊടുക്കണം 3500 ഫസ്റ്റത്തെ വർഷത്തില് 2000 കൊടുക്കണം രണ്ടാമത്തെ വർഷത്തില് 3500 കൊടുക്കണം അപ്പൊ അങ്ങനെയാകുമ്പോ 2 വർഷം കഴിഞ്ഞാൽ എത്ര കൊടുക്കേണ്ടി വരും I equal to I1 plus I2 equal to 2000 plus 3500 equal to 5500 ഇപ്പൊ നോക്കുക ഇവിടെ സുജിത്തിന് വെറും 4000 കൊടുത്താൽ മതി ഇവിടെ അനീഷിനാകുമ്പോൾ 5500 രൂപ കൊടുക്കണം 1500 രൂപ എന്ത് വന്നു എക്സ്ട്രാ വന്നു അല്ലെ ആ ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടക്കാത്ത കാരണമാണ് രണ്ടാമത്തെ വർഷത്തെ എന്ത് ചെയ്തു ഇൻട്രസ്റ്റ് 4% നിന്നും എന്താക്കി മാറ്റി 7% ആക്കി കൂട്ടി അല്ലെ അപ്പൊ അങ്ങനെ കൂട്ടിയപ്പോഴാണ് എന്ത് സംഭവിച്ചത് ഇവിടെ ഈ ആൾക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് Rahul and Rajani opened an account in a bank on the same day, each depositing 8,000 rupees. After 1 year, Rahul withdrew the entire amount including interest and redeposit it. After 1 more year, both closed their accounts. How much did each get? Why are the amount difference? Okay, question ഒന്നുകൂടി ശ്രദ്ധിക്കുക രാഹുൽ ആൻഡ് രജനി ഓപ്പൺ അക്കൗണ്ട്സ് ഇൻ എ ബാങ്ക് ഓൺ ദ സെയിം ഡേ രാഹുലും രജനിയും ഒരു ബാങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഒരേ ദിവസമാണ് രണ്ടുപേരും 8,000 രൂപയാണ് എന്ത് ചെയ്തത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് ഇനിയോ ആഫ്റ്റർ 1 ഇയർ രാഹുൽ വിഡ്രോ ദ എൻറ്റയർ എമൗണ്ട് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് രാഹുൽ എന്ത് ചെയ്തു ഒരു വർഷം കഴിഞ്ഞിട്ട് ആ ബാങ്കിൽ നിന്നും ആ എമൗണ്ട് എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്തു എന്നിട്ടോ ആഫ്റ്റർ 1 more year പിന്നെ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് രണ്ടുപേരും എന്ത് ചെയ്തു ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു അങ്ങനെയെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ് വൈ ആർ ദ എമൗണ്ട്സ് ഡിഫറൻസ് അങ്ങനെയെങ്കിൽ രണ്ടുപേർക്കും എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് അവരുടെ ആ എമൗണ്ടില് വേരിയേഷൻ വന്നത് നോക്കാം രാഹുലും രജനിയിലെ രണ്ടുപേരും പി എന്ന് പറയുന്നത് 8,000 ആണ് ഇനിയോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാകത്തുണ്ട് 10% അല്ലേ രണ്ടുപേരുടെയും നോക്കുക ഇവിടെ രാഹുൽ എന്ത് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഒരു വർഷം നമുക്ക് നോക്കാം എത്രയാണ് ഇൻട്രസ്റ്റ് വരിക ഈക്വൽ ടു PNR by 100 equal to 800 rupees അപ്പോൾ ആദ്യത്തെ ഒരു വർഷം എത്ര കിട്ടി ഇൻട്രസ്റ്റ് 800 rupees കിട്ടിയില്ല ഇനി രാഹുൽ എന്ത് ചെയ്തു ഈ ഒരു വർഷം കഴിയുമ്പോൾ രാഹുലിന്റെ ടോട്ടൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് എത്ര വരിക പ്രിൻസിപ്പലിനോട് കൂടി നമുക്ക് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം അല്ലേ സോ 8,000 plus 800 എത്ര വന്നു 8,800 രൂപ വന്നു ഇനി എന്ത് ചെയ്തു രാഹുല് ഇത് വീണ്ടും റീഡെപ്പോസിറ്റ് ചെയ്തു രണ്ടാമത്തെ വർഷം അപ്പൊ അങ്ങനെയാകുമ്പോൾ രണ്ടാമത്തെ വർഷത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എന്തായി മാറി 8,800 ആയി ആർ എത്ര തന്നെയാണ് 10% അപ്പൊ ഐ എത്ര വരും ഐ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ഐ ഈക്വൽ ടു PNR divided by 100 അപ്പോൾ ഇവിടെ എങ്ങനെ വരും P എന്ന് പറഞ്ഞ 8,800 into N എന്ന് പറയുന്ന 1 year R എന്ന് പറയുമ്പോൾ 10 by 100 രണ്ട് zeros കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 880 rupees അല്ലേ രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കിട്ടും 880 കിട്ടും അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടും ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 8,800 ആണ് അതിനോട് കൂടി നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണം ഒരു 880 അല്ലേ സോ 8,800 plus 880 equal to 9,680 rupees അല്ലേ
അപ്പൊ രാഹുലിന് ടോട്ടൽ എത്ര കിട്ടി? 9680 റുപ്പീസ് കിട്ടി 2 വർഷം കഴിഞ്ഞിട്ട്. ഇനി രജനിക്ക് നോക്കാം. രജനി എന്താ ചെയ്യുന്നത്? സെയിം 8000 റുപ്പീ തന്നെയാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ്. 6 എന്ന് പറയാൻ 10% തന്നെ. രജനി 2 വർഷം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇല്ല, അതിന്റെ ഇടയിൽ ഒന്നും ചെയ്തില്ല, എടുക്കുക പിന്നെ ഡെപ്പോസിറ്റ് ഒന്നും ചെയ്തില്ല. രജനി ബാങ്കിൽ എമൗണ്ട് പോന്നു. പിന്നെ എന്ത് ചെയ്തു? 2 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്ര കിട്ടും നോക്കുക. അപ്പൊ എത്രയായിരിക്കും? ഇവിടെ എന്തെന്ന് പറയുന്നത് 2 വർഷമാണ് അല്ലെ. നമുക്കറിയാം I = PNR by 100 ഈക്വൽ ടു എങ്ങനെ എഴുതാം? 8000 into 2 into 10 by 100. 1600 റുപ്പിയാണ് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ എമൗണ്ടിനോട് കൂട്ടി കൊടുക്കണം. അപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് ആകെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുമ്പോ P plus I ആണ്. 8000 plus 1600 എത്ര കിട്ടും? 9600 കിട്ടും അല്ലെ. അപ്പൊ രജനിക്ക് 2 വർഷം കഴിയുമ്പോൾ 9600 ആണ്. രാഹുലിന് 2 വർഷം കഴിയുമ്പോഴോ? രാഹുലിന് 9680 രൂപയും കിട്ടും. അതായത് 80 റുപ്പി എന്താണ്? രാഹുലിന് കൂടുതലാണ് അല്ലെ. കാരണം എന്താണ്? ഈ 2 എമൗണ്ട് ചെറിയ എമൗണ്ട് ആണ്. ആ ചെറിയ ഇവിടെ 8000 രണ്ടുപേരും 8000 എടുത്തിട്ടുള്ളത്. ആ ഒരു ചെറിയ എമൗണ്ട് ആകുമ്പോൾ തന്നെ നോക്കിയേ, ഇവിടെ 9600ഉം ഇവിടെ 9680 ഉണ്ട് അല്ലെ. 80 രൂപയുടെ വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാഹുൽ എന്ത് ചെയ്തു? രാഹുലിന് ഈ ബാങ്കിൽ ഡെപ്പോസിറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് രാഹുൽ എന്ത് ചെയ്തു? ആദ്യം 1 വർഷം കഴിഞ്ഞിട്ട് ആ കാശ് വെറുതെ എടുത്തു. ക്യാഷ് വെറുതെ എടുത്തിട്ട് കയ്യിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വേറെ നഷ്ടങ്ങളോ ലാഭങ്ങളോ ആയിരിക്കും സംഭവിച്ചിട്ടില്ല. ആ എമൗണ്ട് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി 1 വർഷത്തേക്ക് ഇട്ടു. പക്ഷെ എന്ത് ചെയ്തു? 2ാമത്തെ വർഷത്തേക്ക് പിന്നെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായി മാറി? 8800 ആയി മാറി. പക്ഷെ ഇവിടെ രജനി എന്ത് ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തില്ല. രജനി ബാങ്കിൽ ജസ്റ്റ് ക്യാഷ് ഇട്ട് പോന്നു. 2 വർഷം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പൊ 2 വർഷം രജനിയുടെ എമൗണ്ട് എന്ന് തന്നെയാണ് ഈ 8000 തന്നെയാണ്. അതുകൊണ്ടാണ് രജനിക്ക് രാഹുലിനേക്കാള് എന്ത് ചെയ്തത്? എമൗണ്ട് കുറഞ്ഞു പോയത്. ഇവിടെ നോക്കുക, രാഹുലിന്റെ ഫസ്റ്റ് ഇയറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 8000 ആണ്. 2ാമത്തെ ഇയറിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എന്തായി? 8800 ആയി. കാരണം 1ാമത്തെ വർഷത്തിൽ കിട്ടിയ ആ ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ടാണ് ബാങ്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വീണ്ടും ബാങ്കിലേക്ക് ഇട്ടപ്പോൾ എമൗണ്ട് ആയിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ 2 പേരുടെയും എമൗണ്ടിൽ എന്ത് സംഭവിച്ചത്? വേരിയേഷന് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതോടെ ഈ എക്സൈസ് ക്വസ്റ്റ്യൻസോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ എക്സാമിനുള്ള എല്ലാ പോർഷൻസും നിങ്ങൾക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇനി എക്സാമിലുള്ള പോർഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണം. എക്സാമിന് നന്നായിട്ട് പഠിക്കണം. എക്സാം പോർഷൻസ് ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പോർഷൻസ് നന്നായിട്ട് പഠിക്കുക. അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇൻട്രസ്റ്റ് ആണ് പഠിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട്, പിന്നെ അത്രയും കാര്യങ്ങൾ, റെഗുലർ പ്രൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഈ ചാപ്റ്റർ കുറച്ച് ഡിഫിക്കൽട്ട് അല്ല, കുറച്ച് ലെങ്തി ആണ്. ഒരുപാട് ഇക്വേഷൻസും വരുന്നൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇക്വേഷൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം ആദ്യം, എന്നാലേ ആൻസർ വർക്കൗട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ, സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പൈതഗോറസ് തിയറം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതും നന്നായിട്ട് അറിയണം. പൈതഗോറസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ അറിയണം. ഹയർ ക്ലാസ്സുകളിൽ നമുക്ക് ആവശ്യമുള്ളതാണത്. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് പഠിക്കുക. എക്സാമിന് തന്നിട്ടുള്ള പോർഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.